ഈ ആദ്യം ലോട്ടറി അടിച്ചപ്പോഴേ പെട്ടെന്ന് എല്ലാവരോടും പറയാൻ തോന്നിയോ അതോ ഈ സർപ്രൈസായി വെക്കണം തോന്നിയോ, എന്താണ് ആദ്യം തോന്നിയത്? ഇല്ല, ആദ്യം ലോട്ടറി അടിച്ചപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചി വിളിച്ചത്. ചേച്ചി ലോട്ടറി കച്ചവടം ചെയ്യുന്നതാണ്. വിളിച്ചപ്പോൾ ചേച്ചി അടിച്ചെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വൈഫോടം പറഞ്ഞു, അയ്യോ എപ്രാളത്തിൽ പറയില്ലേ എന്ന് പറഞ്ഞായിരുന്നു. ഇതിന് മുമ്പ് നമുക്ക് അത് പറഞ്ഞിട്ടുണ്ട്, അടിക്കുമ്പോൾ നമ്മൾ പതുക്കുന്നില്ല നോക്കി കണ്ടേ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ടെൻഷൻ കയറി സന്തോഷം എല്ലാവരെയും വിളിച്ചൊക്കെ അറിയിച്ചു, എല്ലാവരും അറിയിച്ചു, എല്ലാവരും വിളിച്ചു. ലാസ്റ്റ് വിളിച്ച് വച്ചതിന് ശേഷം അങ്ങോട്ട് തുടങ്ങിയതാ. ചെയ്തിട്ടില്ല ഇതുവരെ അപകടം. അനൂപ് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചു. കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ലോട്ടറി അടിച്ചത്. കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അനൂപിന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇതേപോലെ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അനൂപിന് മനസ്സിൽ എന്താണ് തോന്നുന്നത്? കുറേ ഉണ്ടായിട്ട് ഞാൻ തന്നെ കൊച്ചിലെ നിൽക്കുകയാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. പിന്നെ അതിനുശേഷം ജോലിക്കിറങ്ങാൻ ബുദ്ധിമുട്ടി. അമ്മ ജോലിക്കാണ് പോയിക്കൊടുത്തത്. അമ്മ ഓരോ സ്ഥലത്തും ജോലിക്ക് പോകണം, ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണ് കണ്ടാണ് വളർന്നു വന്നത്. അതിനുശേഷം ഞാൻ ജോലിക്ക് ഇറങ്ങി. പിന്നെ അമ്മയെ ജോലിക്ക് പോകണ്ടെന്ന് പറയാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം വാടക വീട് അങ്ങനെ ഇങ്ങനെ മാറി. അതിന് സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വൈഫിൻ്റെ വീടാണിത്. ആ രീതിയിൽ കല്യാണം കഴിച്ച് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ഒരു ഓട്ടയുള്ളത് അതേ പൈസ അടയ്ക്കാറുണ്ട്. CCL എടുത്തതാണ്. നല്ല രീതിയിൽ മുടക്കമുണ്ട്. ഞാൻ ദുബായിൽ ഷെഫിൻ്റെ വേക്കൻസിയിൽ 3 മാസം വിസിറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വണ്ടി വേറൊരു പുള്ളിക്കാരനെ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് പേരൊന്നും മാറാൻ പറ്റില്ല വണ്ടിയിൽ. അപ്പോൾ അത് പിന്നെ എൻ്റെ പേര് തന്നെ കിടക്കും. അപ്പോൾ വന്നപ്പോൾ തിരിച്ചത് എടുക്കേണ്ടി വന്ന് അതിൻ്റെ പേരിൽ കുറേ ബാധ്യത കിടപ്പുണ്ട്. പിന്നെ നല്ല രീതിയിൽ ബാങ്കിൽ കടങ്ങളുണ്ട്. എല്ലാം കൂടെ 7 ബാങ്കിന് അടുപ്പിച്ച് പൈസ കൊടുക്കാറുണ്ട്. ആ കടങ്ങൾ തീർക്കണം. ബുദ്ധിമുട്ട് കുറേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം തീർന്നതിന് ശേഷം നമ്മളതനുസരിച്ച് നോക്കി കണ്ടു എന്തെങ്കിലും ചെയ്യും. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു. അതെ അത് ഞാൻ ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് കാറെടുത്ത് വലിയ രീതിയിൽ അങ്ങനെ ആഡംബരമായിട്ട് ജീവിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പറഞ്ഞു തരാൻ ആൾക്കാർ കുറേ ഉണ്ടായി. ഇപ്പം ഇതിനു മുമ്പ് പഠിച്ച ആൾക്കാരും അങ്ങനെ തന്നെ. അപ്പോൾ അവരെയൊക്കെ ഇത് കണ്ട് നമ്മൾ നിന്നാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. എനിക്ക് ചാടിക്കരെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ പാപ്പരാവും. അപ്പോൾ ഈ വലിയ പ്രതീക്ഷ ഒരിക്കലും ഞാൻ എത്രത്തോളം ജോലി ചെയ്തതിന് കിട്ടാത്ത എമൗണ്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സ്വപ്നം കാണാൻ പറ്റാത്തൊരു എമൗണ്ടാണ്. അപ്പോൾ അത് ഞാൻ ഇനിയും വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ അടുത്ത ലോട്ടറി അടിക്കുന്ന ആൾക്കോ അതൊരു ഇതായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത് അടിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും, സാർ എന്തായാലും ചോദിച്ചു വരും. വരുമ്പം ഞാൻ പറയണ്ടേ, ഞാൻ പൈസ വെച്ച് ഇങ്ങനെ ചെയ്ത് എനിക്കത് ഇരട്ടിക്കാൻ പറ്റി. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിന് എല്ലാവർക്കും അതൊരു സന്തോഷമാവും, ഗവൺമെൻറ്റിന് ഒരു സന്തോഷമാവും, അവരെ ഇതിൽ രക്ഷപ്പെട്ട് ഞാൻ എന്ന് കാണുമ്പോൾ. കാരണം ഇപ്പോൾ ലോട്ടറിയെ പറ്റി കുറേ ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്, ചൂതുകളിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ലോട്ടറി അടിക്കുമ്പോൾ ഞാൻ മാത്രമല്ല രക്ഷപ്പെടുന്നത്, എൻ്റെ കൂടെ എൻ്റെ ബന്ധുക്കളും കുറേ പേര് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ലോട്ടറി നമുക്ക് വലിയ ഉപകാരമാണ് ആ ഒരു എമൗണ്ട് അങ്ങനെ കിട്ടുന്നത്. പിന്നെ പെട്ടെന്നൊരു ഇത്രയും എമൗണ്ട് കിട്ടുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ അതൊരു ആഡംബരമായി പോകുമെന്ന് തോന്നും. എല്ലാം ചെയ്യും. പിന്നെ ഞാൻ ഓട്ടോ ഓടും, ഞാൻ ഓട്ടോ ഓടാൻ പോകും, ഞാൻ എല്ലാ ടാക്സി ഓടാൻ എല്ലാത്തിനും ഞാൻ ഇറങ്ങും. അങ്ങനെയൊന്നുമില്ല. ഈ ലോട്ടറി അടിച്ച ടിക്കറ്റുമായി ലോട്ടറി കടയിലോട്ട് പോകുമ്പോൾ സുഹൃത്തുക്കളൊപ്പം ഹോട്ടലിൽ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞ സമയത്തിന് ഫ്രണ്ട്സ് എല്ലാം ഓടി എത്തിയായിരുന്നു. ബന്ധുക്കളും ഫ്രണ്ട്സുകളെല്ലാം കെട്ടിപ്പിടി ബഹളങ്ങളും എല്ലാവർക്കും സന്തോഷമാണ്. ആരും ഇതുവരെയും ഒന്നും ചോദിച്ചിട്ടില്ല. പുറമേ ഉള്ള ആൾക്കാർ മാത്രമേ എല്ലാം ചോദിക്കുന്നുള്ളൂ. പ്രണയ വിവാഹമാണെന്ന് പറഞ്ഞു വലിയ ബുദ്ധിമുട്ട് അനുഭവം